ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിലെ എ ഹാങ്ങിങ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ജോർജ് ഓർവെല്ലിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിൻ്റെ ഒരു നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, ദ സെറ്റിംഗ് ആൻഡ് പ്രിപ്പറേഷൻസ്. The story opens in a gloomy prison yard in colonial Burma, where a native man is about to be hanged. ഈ കഥ നടക്കുന്നത് ഒരു ജയിലിനകത്ത് വെച്ചിട്ടാണ്. കൊളോണിയൽ ബർമ്മയിൽ, ബർമ്മ എന്ന് പറയുന്നത് ഇന്നത്തെ മ്യാൻമർ എന്ന് വിളിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയെ പോലെ ഒരു കാലത്ത് അവരും ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു ജയിലിനകത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒരു നേറ്റീവ് മാൻ, ആ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഈ ബ്രിട്ടീഷുകാരുടെ ജയിലിനകത്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടാൻ പോവുകയാണ്. ഹാങ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അയാൾ അവിടെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പോവുകയാണ്. The narrator, George Orwell, describes the detached atmosphere among the prison officials, contrasting it with the gravity of the situation. അപ്പോൾ അവിടെ ഒരാളെ വധശിക്ഷയ്ക്ക് നടപ്പിലാക്കാൻ പോവുകയാണെന്നുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിലും ആ ഒഫീഷ്യലിൻ്റെ അടുത്ത് ഒരു ഡിറ്റാച്ച്ഡ് മനോഭാവമാണുള്ളത്. ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ കാഷ്വൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. സാധാരണ ഏതൊരാളും ജോലിക്ക് പോകുന്നത് പോലെ എന്നുള്ളൊരു ഭാവമാണ് അവർക്കുള്ളത്. ഒരാൾ മരിക്കാൻ പോവുകയാണെന്നുള്ളതിൻ്റെ യാതൊരു സീരിയസ്നെസ്സും ഒന്നും അവരിൽ കാണുന്നില്ല. The superintendent displays impatience, concerned about delaying the other prisoners' breakfast. അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ജയിലിലെ സൂപ്രിൻറ്റൻഡൻറ്റ് അവിടെ വേഗം നടപ്പിലാക്കൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഈ വധശിക്ഷ നടപ്പിലാക്കിയിട്ട് വേണം അവിടെ ബാക്കിയുള്ള പ്രിസണേഴ്സിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു മനുഷ്യൻ്റെ ജീവനാണ് എന്നുള്ള ഒരു പരിഗണന ഒന്നുമില്ലാതെ വേഗം തന്നെ അയാളെ കൊല്ലുന്നിട്ട് വേണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ എന്നുള്ള രീതിയിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിലാണ് അവരിതിനെ കൈകാര്യം ചെയ്യുന്നത്. പാർട്ട് 2, ദ കണ്ടംഡ് മാൻ ആൻഡ് ദ സ്ട്രേ ഡോഗ്. As the condemned man is led to the gallows, a stray dog approaches and attempts to lick his face. അങ്ങനെ ഇയാളെ തൂക്കുമരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു തെരുവിനായി വന്നിട്ട് ഇയാളുടെ ഫേസ് ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഡോഗിൻ്റെ ഒരു ബിഹേവിയർ, അവർക്ക് സ്നേഹമുള്ള സമയത്താണ് അവരിങ്ങനെ ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനൊരു സ്ട്രേ ഡോഗ്, ഒരു തെരുവിനായി വന്നിട്ട് ഇയാളുടെ അടുത്ത് ഇങ്ങനെ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. The prisoner shows minimal reaction, while the prison guards try to shoo away the dog in a chaotic scene. അപ്പോൾ ഈ പ്രിസണർ അവിടെ റിയാക്ഷൻ ഒന്നും കാണിക്കുന്നില്ല. ഈ ഡോഗിൻ്റെ അടുത്ത് യാതൊരു റിയാക്ഷൻ അയാൾക്കില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും, കാരണം അയാൾ തൂക്കുമരത്തിൻ്റെ മുന്നിലാണുള്ളത്. ഈ പ്രിസൺ ഗാർഡ്സാണ് ഈ നായയെ അവിടെ നിന്ന് ആട്ടി പറഞ്ഞയക്കുന്നത്. ദി സീമിംഗ്ലി ഇൻസിഗ്നിഫിക്കൻറ്റ് ഇവൻ ആഡ്സ് എ ലെയർ ഓഫ് പാത്തോസ് ആൻഡ് ഹൈലൈറ്റ്സ് ദ പ്രിസണേഴ്സ് ലോസ് ഓഫ് ഏജൻസി. അപ്പം നിസ്സാരം എന്ന് തോന്നുന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിലും ആ പ്രിസണറുടെ യഥാർത്ഥ ഒരവസ്ഥ, കാരണം അയാൾക്ക് എല്ലാ അധികാരവും നഷ്ടപ്പെട്ടിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചതിന് തുല്യമായിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓർവെൽ റിഫ്ലക്ട്സ് ഓൺ ദ മാൻസ് യൂത്ത് ആൻഡ് വൈറ്റാലിറ്റി, കോൺട്രാസ്റ്റിംഗ് ഇറ്റ് വിത്ത് ദ ഇംപെൻഡിങ് ഡെത്ത് സെൻറ്റൻസ്. പിന്നീട് ഓർവെൽ ഈ പ്രിസണറെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. അയാൾ വളരെ ചെറുപ്പവും ചുറുചുറുക്കുള്ള ഒരാളുമാണ്. അപ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അയാൾ മരിക്കേണ്ടി വരികയാണല്ലോ എന്നുള്ള കാര്യമൊക്കെയാണ് നരേറ്റർ പറയുന്നത്. പാർട്ട് 3, ദി എക്സിക്യൂഷൻ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർമാത്ത്. The gruesome details of the hanging are described, emphasizing the brutality and the dehumanizing nature of the act. പിന്നീട് ആ വധശിക്ഷ അവിടെ നടപ്പിലാക്കപ്പെടുകയാണ്. അപ്പോൾ അവിടെയുള്ള ആ ക്രൂരതയും മനുഷ്യത്വരഹിതമായിട്ടുള്ള ആ ഒരു സംഭവം നരേറ്റർ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഓർവെൽ ഗ്രാപ്പിൾസ് വിത്ത് ഹിസ് കൺഫ്ലിക്റ്റിംഗ് ഇമോഷൻസ്, ഫീലിംഗ് എ മിക്സ് ഓഫ് ഡിസ്ഗസ്റ്റ്, ഹൊറർ ആൻഡ് എ സെൻസ് ഓഫ് ഡ്യൂട്ടി. അപ്പോൾ ഇതിന് സാക്ഷിയാവുക എന്നുള്ള രീതിയിൽ ഈ നരേറ്റർക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഹൊറർ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു അറപ്പ്, മടുപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും, പിന്നെ ഒരു സെൻസ് ഓഫ് ഡ്യൂട്ടി, ഇത്തരം ഒരു അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ തനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള കാര്യമൊക്കെ നരേറ്റർക്ക് തോന്നുന്നുണ്ട്. The condemned man's body is left hanging for an extended period, further emphasizing the public spectacle and the inhumanity of the punishment. അങ്ങനെ ഇയാളെ അവിടെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതിന് ശേഷം ഇയാളുടെ മൃതശരീരം അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. അത് അവിടുന്ന് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റുന്നില്ല. അപ്പോൾ ആ മനുഷ്യനോട് മാത്രമല്ല, ആ ഒരു മൃതശരീരത്തോട് പോലും അവിടെ അനാദരവ് കാണിക്കുകയാണ്. അപ്പോൾ തീർത്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള കാര്യം വീണ്ടും അവിടെ നമ്മൾ കാണുന്നുണ്ട്. പാർട്ട് 4, റിഫ്ലക്റ്റിംഗ് ഓൺ ദി എക്സ്പീരിയൻസ്. Orwell contemplates the broader implications of capital punishment,
questioning its effectiveness as a deterrent and its underlying morality. പിന്നീട് ഇദ്ദേഹം വധശിക്ഷ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ച് പൊതുവിലാണ് ചിന്തിക്കുന്നത്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ, അതിനിങ്ങനെ എത്രമാത്രം എഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. കൂടാതെ ഇത് ധാർമ്മികമായിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. He observes the casual, almost celebratory behavior of some officials, highlighting the disconnect between them and the gravity of the situation. പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഈ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമാണ്. അവർ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തതുപോലെയാണ് അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർ ഏറെക്കുറെ ഈ ഹാങ്ങിങ് നടപ്പിലാക്കിയതിൻ്റെ ഒരു ആഘോഷം പോലെ തമാശ പറയുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അവർ നടപ്പിലാക്കിയിട്ടുള്ള ഹാങ്ങിങ്ങുകളെ കുറിച്ചിട്ടുള്ള തമാശകളൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് ഒരാളെ തൂക്കിക്കൊന്ന സമയത്ത് അയാൾ മരിക്കാതായപ്പോൾ അയാളുടെ കാല് പിടിച്ച് താഴേക്ക് വലിക്കേണ്ടി വന്നു, അയാളുടെ കുരുക്ക് മുറുകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിവിടെ തമാശ രൂപത്തിൽ പറയുന്നത്. ആ രീതിയിൽ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇവർ ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുന്നത്, ഇങ്ങനെ കാഷ്വൽ ആവേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഓഥർ ചിന്തിക്കുന്നുണ്ട്. The story concludes with Orwell expressing his revulsion towards the act, leaving a lasting impression on the reader. അപ്പോൾ ഇതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രവൃത്തിയുടെ ക്രൂരതയെക്കുറിച്ചിട്ടും ഇത് ഒഴിവാക്കേണ്ടതിനെ കുറിച്ചിട്ടുമുള്ള ഒരു സന്ദേശമൊക്കെയാണ് നമുക്ക് വായനക്കാർക്ക് നൽകുന്നത്. പൊതുവിൽ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഒരു കൊളോണിയൽ ഭരണ സംവിധാനത്തിൻ്റെ ക്രൂരതയും അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ വധശിക്ഷ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ് നമുക്ക് കാണാവുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് തീംസിൻ്റെയും പെർസ്പെക്റ്റീവ്സിൻ്റെയും പോയിന്റ്സ് എന്ന രീതിയിലാണ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പോയിന്റ്സും അതുപോലെ ഇതിൻ്റെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിൽ പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യം വരുന്നത് ഐറണിയാണ്. ദ സ്റ്റോറി ഈസ് ഫിൽഡ് വിത്ത് ഐറോണിക് സിറ്റുവേഷൻസ് ദാറ്റ് ഹൈലൈറ്റ്സ് ദി അബ്സർഡിറ്റി ആൻഡ് ദി ക്രൂവൽറ്റി ഓഫ് ദ കൊളോണിയൽ സിസ്റ്റം. ഇതിനകത്ത് ഒരുപാട് ഐറണികൾ അല്ലെങ്കിൽ വിരോധാഭാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സൂപ്രിൻറ്റൻഡൻറ്റ് പറയുന്നുണ്ട് ഇയാൾ എത്രയും പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള പ്രിസണേഴ്സിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് നേരം വൈകുന്നതിൽ അദ്ദേഹത്തിന് അവിടെ വിഷമുള്ളത് പോലെയാണ്. എന്നാൽ ഒരാളെ കൊല്ലുന്നതിന് അയാൾക്കൊരു വിഷമം അവിടെ കാണുന്നില്ല. ആ രീതിയിലുള്ള ഐറണി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. The bureaucratic efficiency displayed in carrying out the execution stands in stark contrast to the value of human life being taken away. അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ്നെസ്സിനോട് കൂടിയിട്ടാണ് ഈ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനം ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന ഈ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സംവിധാനത്തിന് മനുഷ്യരുടെ ജീവന് വില കൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഐറണി നമ്മളവിടെ കാണുന്നുണ്ട്. The casualness of the officials amidst the gravity of the situation further emphasizes the ironic detachment from the act's true meaning. മറ്റൊന്ന് ഈ ഒഫീഷ്യൽസിൻ്റെ ഈ കാഷ്വൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. അവരോട് വധശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം തമാശ പറയുകയും ചിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സന്ദർഭത്തിൽ ഇവരിങ്ങനെ പെരുമാറുന്നതിലും നമുക്കൊരു ഐറണി കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നമുക്ക് പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അടുത്തതായിട്ട് ദ ഡോഗ് ഇമേജ്. ഈ ഒരു ഡോഗ് ഇയാളുടെ അടുത്തേക്ക് വരുന്നൊരു രംഗം അവിടെ ഉണ്ട്. അത് ഒരു സിംബോളിക്, മെറ്റഫോറിക് ആയിട്ടുള്ള രംഗം എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഇന്നസെൻസ് ആൻഡ് എംപതി. The dog's attempt to show affection to the condemned man stands in stark contrast to the brutality of the hanging. നമുക്ക് അവിടെ മനുഷ്യർ ഇയാളോട് കാണിക്കുന്നതിൻ്റെ വിപരീതമായിട്ടാണ് ഡോഗ് ഇയാളോട് കാണിക്കുന്നത്. മനുഷ്യർ അയാളെ അവിടെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു തെരുവനായ അയാളോട് അവിടെ സ്നേഹമാണ്, സഹതാപമാണ് പ്രകടിപ്പിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഇന്നസെൻറ്റ് ക്രിയേച്ചർ ഓഫറിങ് കംഫർട്ട് ഇൻ എ സിറ്റുവേഷൻ ഡിവോയ്ഡ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പോൾ അത്രയും മനുഷ്യർ അവിടെ ഉണ്ടായിട്ട് ഒരു നായയാണ് അവിടെ മനുഷ്യത്വം കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റിനെ കാണാവുന്നതാണ്. Loss of agency. The condemned man's inability to respond to the dog's gesture highlights his powerlessness and loss of agency in the face of its impending death. മറ്റൊന്ന് ഈ വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന ആളുടെ ലോസ് ഓഫ് ഏജൻസിയാണ്. അതായത് അയാൾക്ക് അയാളുടെ ജീവിതത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, അധികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഒന്നിനോടും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജീവിച്ചിരിക്കെ തന്നെ അയാൾ മരിച്ചതുപോലെ ആയിരിക്കുന്നു എന്നുള്ളൊരു സിമ്പിളായിട്ട് നമുക്കത് കാണാവുന്നതാണ്. കണക്ഷൻ ടു ലൈഫ്. The dog's presence symbolizes the continuation of life outside the prison walls, a stark reminder of what is being taken away from the condemned man.
മറ്റൊന്ന് ഡോഗ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സിമ്പലാണ്. ഈ ജയിലിന് പുറത്തുള്ള ജീവിതത്തിൻ്റെ ഒരു സിമ്പലാണ് ഈ ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജയിലിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഈ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുന്ന ആൾക്കും എന്താണ് അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ട് കൂടിയാണ് അവിടെ ആ ഡോഗ് വരുന്നത്. കാരണം ആ ഡോഗിന് അവിടെ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഈ മനുഷ്യർക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. അത്തരം ഒരു സിമ്പിളായിട്ട് കൂടി നമുക്കിതിനെ കാണാവുന്നതാണ്. ഇനി വരുന്ന തീം പവർ അല്ലെങ്കിൽ അധികാരത്തിൻ്റെതാണ്. The story exemplifies the colonial power structure where the British officials hold absolute power over the colonized Indian subject. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഈ കൊളോണിയൽ സംവിധാനത്തിനകത്ത് ബ്രിട്ടീഷുകാർക്ക് എത്രമാത്രം അധികാരം ഉണ്ടെന്നുള്ളതാണ്. ഈ ഇന്ത്യൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ മ്യാൻമർ അതുപോലെ തന്നെ ബർമ്മ എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ജീവിതത്തിന് മുകളിൽ ഇവർക്ക് എത്രമാത്രം അധികാരം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും. The hanging serves as a brutal display of this power, reinforcing the dominance of the colonizer and silencing any potential resistance. ഇനി ഈ അധികാരത്തിൻ്റെ ഒരു പ്രകടനം കൂടിയാണ് ഈ ഒരു വധശിക്ഷ എന്ന് പറയുന്നത്. നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആളുകൾ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടിരുന്നത് അവർ എപ്പോഴും കുറ്റം ചെയ്തുകൊണ്ട് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലും പ്രതിഷേധത്തിൻ്റെ പേരിലൊക്കെ ആളുകൾ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ രീതിയിൽ ഈ ഒരു ഹാങ്ങിങ് എന്ന് പറയുന്നത് ഒരു അധികാര പ്രയോഗത്തിൻ്റെ സിമ്പിളായിട്ട് കൂടി നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിൽ ലാസ്റ്റ് പോയിന്റ് ആണ് ഡിസ്കോഴ്സ്. The story critiques the dominant discourse surrounding capital punishment, which often justifies it as a necessary evil. ഇനി ഒരു ഡോമിനന്റ് ഡിസ്കോഴ്സ്, അതായത് ഈ കൊളോണിയൽ കാലഘട്ടത്തിലൊക്കെ ഈ കൊളോണിയൽ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ശിക്ഷാരീതികളൊക്കെയാണ് നടപ്പിലാക്കിയിരുന്നത്. അത് അവരുടെ ഭരണം നിലനിർത്താൻ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിക്കപ്പെടാറുള്ളത്. അപ്പോൾ അത്തരം ഒരു വാദത്തെയാണ് അദ്ദേഹം ഇവിടെ വിമർശിക്കുന്നത്. By exposing the dehumanizing reality of the execution, Orwell challenges the legitimacy of the discourse and its underlying assumptions. അതായത് ഇത്തരത്തിൽ വധശിക്ഷ പോലുള്ള കർശനമായിട്ടുള്ള ശിക്ഷാരീതികൾ വേണം എന്നുള്ള വാദഗതിക്ക് മുന്നിലാണ് അദ്ദേഹം ഈ ഒരു വധശിക്ഷയുടെ അവതരണം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇത് എന്നുള്ള രീതിയിൽ ഇതിന് ന്യായീകരിക്കുന്ന വാദങ്ങളൊക്കെ എത്രമാത്രം ശരിയാണെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. The story encourages critical reflection on the language used to justify violence and the power dynamics embedded with such a discourse. മറ്റൊന്ന്, ഈ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഈ ബലപ്രയോഗങ്ങൾ, ഇതുപോലെ ശിക്ഷാരീതികൾ, അത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്